തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ഉറപ്പ് നൽകിയതുകൊണ്ടാണ് പോസ്റ്റ് പിൻവലിച്ചത്. ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ലെന്നും പോസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നുമുള്ള DMEയുടെ വാദം പുറത്തുവന്നതിന് പിന്നാലെയാണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ 8 മാസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവം ഡോക്ടർ അറിയിച്ചിരുന്നു. പലപ്പോഴും ശസ്ത്രക്രിയ മുടങ്ങുമ്പോൾ കൂട്ടിരിപ്പുകാരോട് മറുപടി പറയേണ്ടി വരുന്നു. മന്ത്രിയുടെ PS ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് പിൻവലിച്ചത്. എന്നാൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്ന് യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം. ഒരു ഡിപ്പാർട്ട്മെന്റ് മേധാവി എന്നുള്ള നിലയ്ക്ക് എനിക്കതിനകത്ത് ഞാൻ വളരെ കാര്യത്തിൽ വളരെ പ്രഷറൈസ്ഡ് ആണ്. അതിനകത്ത് ഈ ജനങ്ങൾ വരുമ്പോൾ അവരോട് നമുക്കൊരു ഈ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തതിനകത്ത് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. അത് അങ്ങേയറ്റം ആയപ്പോഴാണ് ഞാനത് പോസ്റ്റ് ഇട്ടതും ഞാനത് ലീവ് എടുത്തതും ഞാനതിനെപ്പറ്റി ജോലി തന്നെ റിസൈൻ ചെയ്ത് പോകണം എന്ന് ഒക്കെ ഞാൻ വിചാരിച്ചത്. CPMൻ്റെ ഒരു നേതാവാണ് കരമന ഹരി. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, അവിടെ മിനിസ്റ്ററുടെ PS ഇതുപോലെ കാര്യങ്ങൾ പരിഹരിച്ച് തരാമെന്ന് ആ പുള്ളിക്ക് നല്ല ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ പോസ്റ്റ് പിൻവലിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് പിൻവലിച്ചു. ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചത് വസ്തുതാവിരുദ്ധമെന്നും ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടില്ല എന്നുമാണ് DMEയുടെ വാദം. പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് വിശദീകരണം തേടും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടിയെന്നും DME. എല്ലാം പ്രാവശ്യം നമ്മൾ ഡിസംബർ ജൂൺ അങ്ങനെയാണ് അത് പോകുന്നത്. അതെ അത് അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് തരുന്നതാണ്, അല്ലാതെ കേട് വന്നിട്ട് തരുന്നതല്ല. അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് തരുന്നതാണ് ആ റിക്വസ്റ്റ്. അതനുസരിച്ചാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നത്. HDS വഴിയാണ് പർച്ചേസ് നടക്കുന്നത്. വിശദീകരണം ഉടൻ തന്നെ ചോദിക്കും. അദ്ദേഹത്തിന് ഫോണിൽ ലഭ്യമല്ല. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ആക്ഷൻ ഉണ്ടാവും. അല്ല, അദ്ദേഹത്തിന് ലഭ്യമല്ല, ഫോണിൽ നമുക്ക് ലഭ്യമല്ല. പ്രിൻസിപ്പളും ഞാനും മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു. പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ പ്രാദേശിക CPM നേതാവ് ഡോക്ടറെ ഫോണിൽ വിളിച്ചു. മന്ത്രിയുടെ PSയുമായി ഇടപെട്ട് പരിഹാരമുണ്ടാക്കാമെന്നും പോസ്റ്റ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. നടപടി ഉണ്ടായാലും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് ഡോക്ടറുടെ നിലപാട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗുരുതര വീഴ്ചകളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ തുറന്നെഴുതിയത്. ജനം, തിരുവനന്തപുരം.